എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ലോങ് വീഡിയോ ഒന്നും അധികം അപ്ലോഡ് ചെയ്യാറില്ല. ഇന്ന് ലോങ് വീഡിയോ ഇടാനുള്ള മെയിൻ ഉദ്ദേശം പിള്ളേർക്ക് വെച്ച് കിടിലൻ ഐറ്റം ഒന്ന് അൺബോക്സ് ചെയ്തും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡയമണ്ട് പെയിൻറ്റിങ് അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് ഞാൻ കുറേ വീഡിയോസിലും അതുപോലെ തന്നെ ഓൺലൈനിലും ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ കടയിൽ പോയപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്നത് എൻ്റെ കയ്യിൽ ഞാൻ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ കടയിൽ പോയി ഒരെണ്ണം വാങ്ങിക്കാൻ പോയതാണ്. എനിക്കിത് അതിന് പകരം എനിക്ക് 3 എണ്ണം എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നു. പല ഡിസൈൻസിലും പല രീതിക്കുണ്ട്. അതിൽ നിന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ട 3 എണ്ണമാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ നിങ്ങൾക്ക് ഒരെണ്ണം ഞാൻ അൺബോക്സ് ചെയ്തു അതെങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. വെക്കേഷനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഫോൺ യൂസിങ്ങിലോട്ട് നമ്മളെല്ലാവരും മാറിയിട്ടുണ്ട്. ഇനി സ്കൂൾ തുറക്കുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണ്ടേ? അതിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആകുന്ന കാര്യം കൂടിയാണ് ഈ പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കുക, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയാം. കുറച്ച് ക്രിയേറ്റീവ് ആവാനും അതുപോലെ തന്നെ ഫോണിൽ നിന്നുള്ള ഒരു അകലം പാലിക്കാനും കൂടി നമുക്കിത് യൂസ് ചെയ്യും. അപ്പോൾ ഗൈസ്, നമുക്കപ്പോൾ ചെയ്യാൻ തുടങ്ങാം. നമുക്കപ്പോൾ ആദ്യമേ തന്നെ അൺബോക്സ് ചെയ്യാം. ഇത് രണ്ടും ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ടും ഞാൻ എടുത്ത് വെക്കാൻ പോവാണ്. ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇതൊരു കാർട്ടൂണാണ്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ആദ്യമേ തന്നെ അതിൻ്റെ ടൂളാണിത്. അതുപോലെ തന്നെ അതിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടുള്ളൊരു ഗമ്മാണ്. ഇതാണ് ഡയമണ്ട് ഒറിജിനൽ കേട്ടോ. അതുപോലെ തന്നെ ആ ഫ്രെയിം സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു വെക്കാൻ വേണ്ടി ഒരു സാധനം, എനിക്ക് അതിൻ്റെ പേര് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രെയിം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൂള് വെച്ച് ഈ ഗമ്മ് നമ്മൾ ഇതിൻ്റെ മുകളിലൊരു ഷീറ്റ് ഉണ്ടാകും, ഇളക്കി മാറ്റുമ്പോൾ നമ്മുടെ ഗം ഉണ്ടാവും. അത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തെടുത്തിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഓരോന്ന് ഒട്ടിക്കണം. അത് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിങ്ങും നമുക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഈ സെയിം കളർ തന്നെ നമ്മുടെ ഇതിൻ്റെ മുകളിലും ഉണ്ട്. അപ്പോൾ ആ കളർ അനുസരിച്ച് വേണം നമ്മൾ ഒട്ടിക്കാൻ. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇത് എത്ര മണിക്കൂർ എടുക്കും ഒന്നും എനിക്കറിയത്തില്ല. ഇത് കുറച്ചേ ഉള്ളൂ. ഓൺലൈനിൽ ഞാൻ കണ്ടത് കുറേ ഉള്ളതാട്ടോ, ഫ്രെയിം ഫുള്ളുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ സ്റ്റിക്കർ നമുക്ക് പീൽ ചെയ്തെടുത്തിട്ട് നമുക്ക് ഗം എടുക്കാം. ഇതൊരു ചെറുതാട്ടാ ഹോള്, ഒരു ചെറിയൊരു വട്ടമുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തു. അപ്പോൾ നമുക്കിനി ഇതിന് നമുക്ക് പൊട്ടിക്കാം. ചേട്ടൻ പൊട്ടിക്കണേ. ഞാൻ ഇവിടെ ഇടുക കേട്ടോ, ടേബിളിലിടുക. ഗൈസ്, അപ്പോൾ നമ്മളത് ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം ഒട്ടിക്കണം എങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കണ കളർ ഓറഞ്ച് ആട്ടാ. ഓറഞ്ച് നമുക്ക് ഒട്ടിക്കാം. നമുക്ക് ഈ ഷീറ്റും അങ്ങ് മാറ്റണം. നമ്മളധികം മാറ്റുന്നില്ല, നമ്മളെന്തായാലും കുറേ മണിക്കൂർ ഇരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് സ്റ്റിക്ക് ചെയ്യുവാണ്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു കിടിലൻ ഐറ്റം തന്നെയാണ്. മീൻസ് നമുക്ക് കുറച്ച് എഫേർട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ഗൈസ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്.
ഇങ്ങനെ അതേ കളറ് കണ്ടുപിടിച്ച് അതേ ഡോട്ട് ചെയ്ത് തന്നെ കറച്ച് ചെയ്യാൻ വെക്കുമ്പോഴേക്കും കോൺസെൻട്രേഷനൊക്കെ നമുക്ക് കുറച്ച് വർദ്ധിക്കും. പിന്നെ പിള്ളേർക്ക് ഫോൺ യൂസൊക്കെ കുറയും. എന്നെപ്പോലത്തുള്ള പിള്ളേർക്കൊക്കെ നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ഐറ്റമാണ്. നമുക്ക് ബോറടിച്ചിരിക്കുമ്പോഴും ഫോൺ യൂസൊക്കെ കുറക്കാനും നമുക്ക് ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു കിടിലൻ ഐറ്റം തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും കുറേ പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് കിടിലൻ ഐറ്റം ആണെന്ന്. കാരണം അത്രയ്ക്കും അടിപൊളിയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ദേ ഞാൻ കുറച്ച് ഒട്ടിച്ചിട്ടുള്ളൂ. ദേ അപ്പം നമുക്ക് ഈ ഓറഞ്ച് നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ദേ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓറഞ്ച് ഫിനിഷ് ആയിട്ടതിൻ്റെ അവസ്ഥ. ഇനി നമ്മൾ അടുത്തത് ഓറഞ്ച് ഇനിയും ബാക്കിയുണ്ട്. ഇനി അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്നൊരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് ഗൈസ് ഇത്. അപ്പോൾ ഇനി നമുക്കത് തുടങ്ങാം. അപ്പോൾ നിങ്ങളോട് എനിക്ക് വേറൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പൊടി പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം ഇത് ചെറിയൊരു മുത്ത് പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ അവർ വായിലൊക്കെ ഇട്ടാൽ കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ പാരൻസും ശ്രദ്ധിക്കുക. പിള്ളേരാണ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ പാരൻസിനോട് ഉറപ്പായിട്ടും പറയുക വാങ്ങിച്ചു തരാൻ കേട്ടാ. അപ്പം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആകൂലേ. അപ്പോൾ എല്ലാവരും ഒന്ന് പറയുക. ഇത് ഓൺലൈനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ഷോപ്സിലും ചില അടുത്തൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇടാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ കൃത്യമായിട്ട് അറിയത്തുണ്ടാവില്ല. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കൂടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഇത് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി എന്നെയും കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എൻ്റെ പേര് അതുല്യ എന്നാണ്. ഞാനിപ്പോൾ 9th പഠിക്കാൻ പോകുന്നത്. ഞാൻ പഠിക്കുന്നത് ശ്രീ വെങ്കടേശ്വര ഹൈസ്കൂൾ തൃപ്പൂണിത്തുറ അവിടെയാണ്. എൻ്റെ വീട് മരട്ടിലാണ്. എൻ്റെ വീട്ടിൽ അച്ഛനമ്മ പിന്നെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ നമുക്കിനി ഈ പച്ച ഫിനിഷ് ചെയ്തിട്ട് നമുക്കിനി ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പച്ച ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഈ കളറ് തമ്മിൽ ഇങ്ങനെ ഞാൻ പാക്കറ്റോടെ പൊട്ടിച്ചിട്ടപ്പോൾ പലതും ചെതറിപ്പോയി. അപ്പോൾ തല തിരിഞ്ഞൊക്കെ കിടക്കണതുകൊണ്ട് നമുക്ക് എടുക്കാൻ കുറച്ച് ടഫാണ്. പിന്നെ എല്ലാ കളറും മിക്സ് ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിച്ച് തലതിരിച്ച് വെക്കണം. അങ്ങനത്തെ കുറച്ച് ടാസ്കൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എളുപ്പപ്പണിക്ക് ആദ്യമേ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ലെവലായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചെയ്താലും മതി. ഓക്കെ. പിന്നെ ഓക്കെ. പിന്നെ എൻ്റെ വീട്ടുകാരെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് അനില എന്നാണ്. എൻ്റെ ചേട്ടൻ്റെ പേര് അതുൽ എന്നാണ്. എന്നെ കൂടുതലും അതുല്യ എന്നാരും വിളിക്കാറില്ല. എന്നെ അമ്മു എന്നാണ് മിക്കവരും വിളിക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ. പിന്നെന്താ പറയാനുള്ളത്, എൻ്റെ അച്ഛൻ ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. എൻ്റെ ചേട്ടൻ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്. ബട്ട് ഇപ്പോൾ ഒരു എല്ലാവരും കൂടിയായിട്ടുള്ളൊരു സൊസൈറ്റി പോലത്തൊരു ഇവിടെ കൊട്ടാരത്തിലൊരു കട തുടങ്ങിയിട്ടുണ്ട്. പെച്ചൽസ് എന്നാണ് അവരുടെ കടയുടെ പേര്. പിന്നെന്താ, പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഫുൾ സപ്പോർട്ട് തരുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാം.
ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേറെ എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളതും പറയുക. ഞാൻ മാക്സിമം അത് ചെയ്യാൻ നോക്കാം. 9th ആയതുകൊണ്ട് പഠിക്കാൻ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് അതും ഈ യൂട്യൂബും ഒരു വഴിക്ക് കൊണ്ടുപോവാം എന്ന് വിചാരിച്ച് ഞാൻ വെക്കേഷൻ മെയ് 1 തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ഈ വീഡിയോ മെയ് 1 ഒന്നും അപ്ലോഡ് ചെയ്യത്തില്ല. ഞാൻ ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 3 അങ്ങനെ കാണത്തുള്ളൂ. മെയ് 2 അല്ലെങ്കിൽ 3 നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുള്ളൂ. ഞാൻ എടുക്കുന്നത് മെയ് 1 രാത്രി ആട്ടോ. ഒരു ടൈം വന്നിട്ട് ഒരു 9:30 ആയിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ട, ഇതിൻ്റെ ഉള്ളിലെ ഗമ്മ് തീരുമ്പോൾ അല്ലെങ്കിൽ തള്ളി അകത്തോട്ട് പോകും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ വീണ്ടും ഗമ്മ് റീയൂസ് ചെയ്യുക. ഞാൻ ഇപ്പം 3ാമത്തെ ആദ്യം എടുത്ത് പിന്നെ ഓറഞ്ച് പകുതിയൊക്കെ ആയപ്പോഴേക്കും അടുത്തത് എടുക്കേണ്ടി വന്നു. പിന്നെ അത് ഇപ്പോഴത്തെ ഗ്രീൻ സ്റ്റാർട്ടിങ് കുറച്ചൊക്കെ ആയപ്പോഴേക്കും വീണ്ടും എടുക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം. ഓക്കെ, അപ്പം നമുക്ക് ഗ്രീൻ ചെയ്തുകൊണ്ട് കാണാം ഗൈസ്. അപ്പോൾ അതേ മഞ്ഞയും ഓറഞ്ചിൻ്റെ നമ്മുടെ ഫൈനലി കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് ഒരു നീല, ഒരു ഗ്രേ, ബ്രൗൺ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി, കാരണം ഇപ്പോൾ 10-10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. കുറച്ച് ഷോപ്പിംഗ് പരിപാടിയായിട്ട് അങ്ങനെ പോയതുകൊണ്ട് കുറച്ച് ഡിലേ ആയി. അപ്പോൾ അതാണ് ഇത്രയും ഗ്യാപ്പ് വന്നത്. 9:30 to 10:30, 1 മണിക്കൂറൊക്കെ. ഇത്രയും ടൈമൊന്നും വേണ്ട ഇതൊന്നും ചെയ്യാം. ഞാൻ പുറത്തോട്ട് പോകേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇന്ന് ഉറങ്ങണ പ്രശ്നമില്ല. അപ്പോൾ ബൈ. ഹായ് ഗൈസ്, ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഇപ്പം ടൈം എനിക്ക് കാണിച്ചിട്ടില്ല, ഈ വൈകിട്ട് ടൈം കാണിച്ചത് 10:41 മെയ് 1 ഫെബ്രുവരി. എൻ്റെ സ്വന്തം ഫോട്ടോയാക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ബാക്കി കലാവിന്റിലോട്ട് പോവാം. ഞാനത് കവറിലിട്ടിട്ട് തന്നെ മൂടിയിട്ടുണ്ട്, കാരണം അതിൻ്റെ മുകളിൽ ഗമ്മുണ്ട്. അതിൻ്റെ മുകളിൽ ഗമ്മുള്ളതുകൊണ്ടാണ് സ്റ്റിക്കാവുന്നത്. അപ്പം നമുക്ക് ഇതിലോട്ട് കാണാം. ഞാൻ ലാസ്റ്റ് ബ്ലൂ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഗ്രേ വെക്കാം. ഞാൻ കുറച്ച് നേരത്തെ മുന്നെയാണ് റീഫിൽ ചെയ്തത് ഗമ്മ്, അതുകൊണ്ട് നമുക്ക് ഒരു ഗ്രേ കളറാണ്. അപ്പോൾ ഇതിൽ ആ ഗ്രേ കളർ എവിടെയെന്ന് നമുക്ക് കാണും. അപ്പോൾ അവിടെ തന്നെ കുറച്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്യുക. ചിലപ്പോൾ ഒരു സൗണ്ട് കേൾക്കും, അതപ്പുറത്ത് TV വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കും. അപ്പം നമുക്കിനി നമ്മുടെ കലാവിരുത് നടക്കട്ടെ. സൗണ്ടൊക്കെ പടേ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ വെക്കേഷൻ നിങ്ങൾ എന്തൊക്കെയാണ് പരിപാടി, അതൊക്കെ ആയിട്ട് എന്നോടൊക്കെ പറയാനോ കമൻ്റൊക്കെ ചെയ്തോ. നമുക്ക് റിപ്ലൈ ഒക്കെ തരാം. പിന്നെ നിങ്ങൾ വല്ല വീഡിയോ എനിക്ക് റെക്കമെൻഡ് ചെയ്താൽ ഞാൻ അതൊക്കെ ചെയ്തു തരാം. ഞാൻ ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, നമുക്ക് 1 മന്ത് കൂടിയല്ലേ വെക്കേഷനുള്ളൂ. പെട്ടെന്ന് തന്നെ ഫസ്റ്റ് മന്ത് പോയി, എന്ന് വെച്ചാൽ ഏപ്രിൽ. മെയ് പയ്യായിരിക്കും പോകുന്നതെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ മഴകളും ചെറിയ ചൂടും ഒക്കെ ആയിട്ടങ്ങ് പോണ്. ഞാനപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ഇത് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഈ ഫേസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത്
ഓക്കെ, അപ്പം ഞാൻ കാണിച്ചു തരാം. ക്യാമറ ഒന്ന് കയ്യിലെടുക്കട്ടെ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഈ നമ്മൾ സ്റ്റിക്ക് ചെയ്യാനുള്ള രീതിയിൽ എടുക്കും, നമുക്കിവിടെ കാണും. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളത് സ്റ്റിക്കായിക്കോളും. ഓക്കെ, നമുക്ക് ഗമ്മ് റീഫിൽ ചെയ്യണം എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതെ, ഞാൻ ഈ ഗമ്മൊന്ന് മൂടി വെച്ചിട്ടാണ് പോയത്. സ്റ്റിക്ക് ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോഴേക്കും അടരും. ഇതായി നമ്മുടെ റീഫില്ലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി ചെയ്യാം. ഇതൊക്കെ ഒരു എളുപ്പം പണിയാണ് ഗൈസ്. നമുക്ക് ഒരു സന്തോഷമൊക്കെ കിട്ടുന്നൊരു ടൈപ്പ് ഇതാണ്. നിങ്ങളെ ഞാൻ നിർബന്ധിക്കണമെന്നല്ല, പിള്ളേർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം ഫോണിൽ തന്നെ ആയിരിക്കും മിക്ക പിള്ളേരും. അപ്പം അതുകൊണ്ട് മാക്സിമം എല്ലാവരും വാങ്ങിച്ചു കൊടുക്കാൻ നോക്കുക പാരൻസ്. അപ്പം ഇനി ഇതൊന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പം അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫൈനൽ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയണത് എങ്ങനെയുണ്ട്? കുട്ടികൾക്കൊക്കെ ഇത് എൻജോയ്മെൻ്റ് ആയിരിക്കും. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, സത്യം പറയാം. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ കുറച്ച് മുട്ടൊക്കെ ബാക്കിയുണ്ട്. പിന്നെ നീളം കഴിയാത്തതുകൊണ്ട് ഞാൻ ഗ്രേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പം നിങ്ങൾ അഭിപ്രായം പറയാൻ എങ്ങനെയുണ്ടെന്ന്. ഈ ബാക്കിൽ നമ്മുടെ 2 എണ്ണം കൂടിയുണ്ട്. ഒരു മൂണിൽ കിടക്കുന്ന ഒരു ടെഡി ബിയറും അതുപോലെ തന്നെ നമ്മുടെ കുരുങ്ങിയുണ്ട്. അപ്പം നമുക്ക് സ്റ്റാൻഡാക്കി നോക്കാം. ഇതെങ്ങനെ ആക്കണമെന്ന് എനിക്കോട് നോക്കാം, ട്രൈ ചെയ്യാം. ഇങ്ങനെയല്ലേ എല്ലാം പഠിക്കുന്നത്. സ്റ്റാൻഡ് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങിക്കാം. എൻജോയ്മെൻ്റ് ആണ്. പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മൊബൈൽ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ഇതങ്ങ് വാങ്ങിച്ചേക്കാം. അപ്പോൾ ബൈ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ സമയം 11:20 ആവാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എന്തായാലും ഈ വീഡിയോ നാളെ ഫുൾ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സൈനിങ് ഓഫ്.